ആശാ വർക്കർമാരുടെ സമരത്തിന് ചുക്കാൻ പിടിച്ച് കാര്യങ്ങൾ ഇത്രയും വരെ എത്തിച്ചതിൽ നിന്നും ബി.ജെ.പിക്കും കോൺഗ്രസിനും ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. അത്ര പെട്ടെന്നൊന്നും ഇവർക്ക് രണ്ടുപേർക്കും കൈ കഴുകാനും പറ്റില്ല. മര്യാദയ്ക്ക് ജോലി ചെയ്ത് ശമ്പളം വാങ്ങി ജീവിച്ചിരുന്ന ഇവരെ പിരികയറ്റി വിട്ട് സർക്കാരിനെതിരെ പ്രവർത്തിപ്പിച്ചതിൽ രണ്ടുപേർക്കും നല്ല പങ്കുണ്ടെന്ന് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിയൊന്നും വേണ്ട. സിനിമയിൽ നായകൻ പറയുന്നത് പോലെ 3 നേരം ചോറുണ്ണുന്നതിന്റെ സാധാരണ ബുദ്ധി മതി. ജനങ്ങൾക്കൊപ്പമാണ് സർക്കാർ. അതുകൊണ്ട് തന്നെ അവരുടെ ആവശ്യങ്ങളിൽ ന്യായമെന്ന് തോന്നിയവ സർക്കാർ അംഗീകരിച്ചപ്പോഴാണ് ഇവർ രണ്ടു കൂട്ടരും ശരിക്കും വെട്ടിലായത്. ഇത്ര പെട്ടെന്ന് തന്നെ ഇങ്ങനെയൊന്നും സംഭവിക്കുമെന്ന് ഇവർ, പ്രത്യേകിച്ച് കോൺഗ്രസുകാർ, കരുതിയിരുന്നില്ല എന്ന് വേണം പറയാൻ. ഇനിയിപ്പോ എന്ത് ചെയ്യും? പരസ്പരം പഴി ചാരുക തന്നെ. അതാവുമ്പോൾ പുറത്തുനിന്നും നോക്കുന്നവർക്ക് പെട്ടെന്നൊന്നും ആളിനെ മനസ്സിലാവില്ലല്ലോ. ആശാ വർക്കർമാരുടെ സമരത്തിൽ 1-ാം പ്രതി കേന്ദ്ര സർക്കാർ എന്ന് കോൺഗ്രസിന്റെ തൊഴിലാളി സംഘടന INTUC പറയുകയുണ്ടായി. രണ്ട് സർക്കാരുകളും ചേർന്നാണ് ആശമാരെ സഹായിക്കേണ്ടതെന്നും അതിൽ രണ്ടുപേർക്കും വീഴ്ച പറ്റിയെന്നുമാണ് ഇവർ പറയുന്നത്. പദ്ധതികൾ ആവിഷ്കരിച്ച് സഹായിക്കേണ്ടത് കേന്ദ്രമാണെന്നും കേന്ദ്രത്തിനെതിരെ പ്രക്ഷോഭം ആരംഭിക്കുമെന്നും INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖർ വ്യക്തമാക്കുകയുണ്ടായി. കോൺഗ്രസ് ആണെങ്കിൽ കേരള സർക്കാരിനെ കുറ്റം പറഞ്ഞ് നാക്കൊന്ന് വായിലിട്ടതേയുള്ളൂ. ഇതാണ് വീടിനുള്ളിൽ പരസ്പര ധാരണ ഇല്ലാതായുള്ള പ്രശ്നം. വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന് കോൺഗ്രസ് ക്ലീൻ ചീറ്റ് നൽകുന്നതിനിടയിലാണ് INTUCയുടെ നിലപാട് എന്നത് കോൺഗ്രസിനുള്ളിൽ തന്നെ അടിക്ക് കാരണമായിട്ടുണ്ട്. സാരമില്ല, ഇനിയിപ്പോ കാര്യങ്ങൾക്ക് ഒരു തീരുമാനമായിട്ടേ വാ തുറക്കുന്നുള്ളൂ എന്ന് രണ്ടുപേരും കൂടി അങ്ങ് തീരുമാനിച്ചാൽ മതി. ഒരു ട്രേഡ് യൂണിയൻ സംഘടന തീരുമാനിച്ച് അവർ നടത്തുന്ന സമരമായതിനാൽ സെക്രട്ടേറിയറ്റിന് മുൻപിലെ ആശമാരുടെ സമരത്തിൽ INTUC പങ്കെടുക്കില്ലെന്നാണ് R ചന്ദ്രശേഖറിന്റെ തീരുമാനം. സമരത്തിന് പിന്തുണ നൽകാതെ ഇവർ വിട്ടുനിൽക്കുമ്പോഴും SUCIയുടെ അനിശ്ചിതകാല സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് കോൺഗ്രസ് രംഗത്തെത്തിയിരുന്നു. സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുള്ള കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടേറിയറ്റ് മാർച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് ഉദ്ഘാടനം ചെയ്തത്. ഈ സമയത്ത് എല്ലാ ജില്ലയിലും കോൺഗ്രസ് സമരം നടത്തുമെന്നും പ്രതിപക്ഷ നേതാവ് പറയുകയുണ്ടായി. അതേസമയം SUCIയുടെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം ആശാ വർക്കർമാരുടെ നിയമസഭാ മാർച്ചിൽ പങ്കെടുത്തത് 1000-ഓളം പേരായിരുന്നു. അതേസമയം SUCIയുടെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം ആശാ വർക്കർമാരുടെ സമരത്തിന് പിന്തുണയുമായി BJPയും രംഗത്തെത്തി. കേന്ദ്രം സംസ്ഥാനത്തിന് നൽകേണ്ട തുക ഒന്നും തന്നെ നൽകിയില്ലെന്ന് മാത്രമല്ല, ഫിക്സഡ് ഇൻസെന്റീവ് 100 കോടി രൂപയും കേന്ദ്രം നൽകാനുണ്ട്. എന്നാൽ ഇതൊന്നും ആരും ചോദ്യം ചെയ്യാതെ ഇരിക്കുന്നത് BJPക്ക് എന്തും പറയാനുള്ള ലൈസൻസ് കൊടുക്കുന്നുണ്ട്. വസ്തുത ഇതായിരിക്കെയാണ് സമരവേദിയിലെത്തി BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ പച്ചക്കള്ളങ്ങൾ പറഞ്ഞ് കാര്യങ്ങൾ വളച്ചൊടിക്കാൻ നോക്കിയത്. ആളുകളെ പറ്റിച്ച് ഇവർ എത്ര കാലം ഈ കളി തുടരുമെന്ന് കാണാം. എല്ലാം അറിയുന്ന ജനം ഇതിനെതിരെ തിരിയുന്ന ഒരു ദിവസം വരുമെന്നും അന്ന് ഈ ഛർദിച്ചതൊക്കെ എടുത്ത് വിഴുങ്ങേണ്ടി വരുമെന്നും ഒന്ന് ഓർത്തിരുന്നാൽ നല്ലതാണ്.